ഈ വീഡിയോയ്ക്കകത്ത് 2019 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് എ 2-ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ. 2-ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ആദ്യം നമുക്ക് കമ്പറേറ്റർ എന്താ നോക്കാം. കമ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പയർ ചെയ്യുന്ന ഡിവൈസ്. അപ്പോൾ ദ ഫങ്ഷൻ ഓഫ് എ കമ്പറേറ്റർ ഈസ് ടു കമ്പയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ബൈനറി ക്വാണ്ടിറ്റീസ് to determine the relationship of those quantities. ഇപ്പോൾ 2 ബൈനറി നമ്പർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടിനും തമ്മിൽ കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ബൈനറി നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്നോർ ഗേറ്റ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് എക്സ്നോർ ഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ നോക്കാം. അപ്പം എക്സ്നോർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2 ഇൻപുട്ട് എക്സ്നോർ ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എ, ബി, അതേപോലെ തന്നെ ഔട്ട്പുട്ട് വൈ. ഇത് രണ്ടും ഇൻപുട്ട് ദെൻ ഔട്ട്പുട്ട് വൈ. എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 2 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 0 0 0 1 1 0 ആൻഡ് 1 1. ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുക. എക്സ്നോറിൻ്റെ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 0 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 വരും. അതേപോലെ തന്നെ 0 1 ആവുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 0. 1 0 ആകുമ്പോൾ 0, 1 1 ആകുമ്പോൾ 1. എക്സ്നോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്നോറിനെ എ ബി പ്ലസ് എ ബാർ ബി ബാർ, ഇതാണ് എക്സ്നോർ. അപ്പോൾ സപ്പോസ് എയും ബിയുടെയും വാല്യൂ 0 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 0 ഓർ 1 1 ഇങ്ങനെ വരിക. അപ്പം നമുക്കിവിടെ എന്താ ആൻസർ കിട്ടും? 1. 0 ഓർ 1 ഈക്വൽ ടു 1 അല്ലേ വരിക. നമുക്ക് ഈ കേസ് നോക്കാം. എ 0യും ബി 1ഉം. അപ്പോൾ എ 0 ബി 1 ആവുന്ന കേസിൽ 0 ആൻഡ് 1 ഓർ എ ബാർ എന്ന് പറയുമ്പോൾ 1, ബി ബാർ എന്ന് പറയുമ്പോൾ 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. 0 ഓർ 0 നമുക്ക് എന്ത് കിട്ടും? 0. ഇവിടെയും കിട്ടി. അപ്പം ഇതുമായി ഇതേപോലെ 1 0 എക്സ്നോർ ചെയ്ത് കഴിഞ്ഞാൽ 0, 1 1 ആകുമ്പോൾ 1. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. സെയിം ഇൻപുട്ട് എയും ബിയും 0 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ്. അതേപോലെ തന്നെ എയും ബിയും 1 1 ആവുന്ന സമയത്തും ഔട്ട്പുട്ട് 1 ആണ്. എ ബി ഡിഫറെൻറ്റ് വാല്യൂസ് ആവുന്ന കേസിൽ എന്താണ്? ഔട്ട്പുട്ട് 0 ആണ്. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ എക്സ്നോർ യൂസ് ചെയ്തിട്ട് ബൈനറി ബിറ്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കാം. അതിനകത്ത് എക്സ്നോർ ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസിക് കമ്പറേറ്റർ ബിക്കോസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് 0 ഇഫ് ദ 2 ഇൻപുട്ട് ബിറ്റ്സ് ആർ നോട്ട് ഈക്വൽ ആൻഡ് എ 1 ഇഫ് ദ ഇൻപുട്ട് ബിറ്റ്സ് ആർ ഈക്വൽ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 0 0നെ എക്സ്നോറിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ എന്താ വരുന്നത്? ദ ഇൻപുട്ട് ബിറ്റ്സ് ആർ ഈക്വൽ ടേബിളിൻ്റെ അകത്ത് വരും. ദെൻ 0 1 ആവുന്ന കേസിൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 0. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ ഇൻപുട്ട് ബിറ്റ്സ് ആർ നോട്ട് ഈക്വൽ. എക്സ്നോറിൻ്റെ ഔട്ട്പുട്ട് 0 കിട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇൻപുട്ട് ബിറ്റ്സ് നോട്ട് ഈക്വൽ ആണ്. ദെൻ എക്സ്നോറിൻ്റെ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്ട് ബിറ്റ്സ് നോട്ട് ഈക്വൽ ആണ്. എക്സ്നോറിൻ്റെ ഔട്ട്പുട്ട് 1 ആവുന്ന കേസിൽ എന്താണ്? ഇൻപുട്ട് ബിറ്റ്സ് ആർ ഈക്വൽ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എക്സ്നോർ നമ്മൾ കമ്പറേറ്റർ ഫങ്ഷൻ നടത്തുന്നത്. ദെൻ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞത് 2 ബിറ്റ്സിനെ മാത്രം കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 ബിറ്റ്സ് എന്ന് പറയുമ്പം 0 ഓർ 0. അപ്പോഴും സിംഗിൾ ബിറ്റ്സ് തമ്മിലുള്ള കമ്പാരിസണാണ് നടക്കുന്നത്. സിംഗിൾ ബിറ്റ്സ് ഇപ്പോൾ 1ഉം 0യും ഇങ്ങനെ 2 ബിറ്റ്സിനല്ലേ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ. സിംഗിൾ ബിറ്റാണ് 1 ആൻഡ് 0. സിംഗിൾ ബിറ്റ് കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 ബിറ്റ് കമ്പാരിസൺ ആണ്. 2-ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ 2-ബിറ്റ് മാഗ്നിറ്റ്യൂഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കൂടെ ഒരു എക്സ്നോറിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. അതാണ് സർക്യൂട്ടിൽ തന്നിട്ടുള്ളത്. ഒരു എക്സ്നോറും കൂടെ ആഡ് ചെയ്തു. അപ്പം 2 ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഒരു 2 ബിറ്റ്സിന് എക്സാമ്പിൾ നമുക്ക് ഇവിടെ 1 0 ഒരു 2-ബിറ്റ് നമ്പറാണ്. ഈ 1 0യും 0 1ഉം കൂടെ നമുക്ക് കമ്പയർ ചെയ്യണം. 2 2-ബിറ്റ് നമ്പേഴ്സ്. അപ്പം ഇതൊരു 2-ബിറ്റ് നമ്പറാണ്,
ദെൻ ഇതും ഒരു 2 ബിറ്റ് നമ്പറാണ്. ഈ രണ്ട് 2 ബിറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പം രണ്ട് XNOR ഗേറ്റ് യൂസ് ചെയ്യണം. ഫസ്റ്റ് XNOR ഗേറ്റിൻ്റെ അകത്ത് രണ്ട് LSBs എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറിൻ്റെ LSBയും സെക്കൻഡ് നമ്പറിൻ്റെ LSBയും കൊടുക്കുക. അതാണ് ഈ പറയുന്നത് G1 എന്ന് പറയുന്ന XNOR ഗേറ്റിലേക്ക് LSBs യൂസ് ചെയ്തിട്ട് XNOR ചെയ്യാം. ദെൻ സെക്കൻഡ് XNORലേക്ക് MSB എന്ന് പറയുമ്പം ഈ രണ്ട് 2 ബിറ്റ് നമ്പേഴ്സിന് MSB ഇതാണ്. അപ്പം MSB സെക്കൻഡ് ബൈനറി ഡിജിറ്റിൻ്റെ MSB എന്ന് പറയുന്നത് 0യും ഫസ്റ്റ് ബൈനറി ഡിജിറ്റിൻ്റെ MSB എന്ന് പറയുന്നത് 1ഉമാണ്. അപ്പം MSBs നമ്മൾ കമ്പയർ ചെയ്യുന്നത് G2. അങ്ങനെ രണ്ട് XNOR ഗേറ്റ് യൂസ് ചെയ്യും. അപ്പം നമുക്ക് LSBs ആദ്യം കമ്പയർ ചെയ്തു, ദെൻ MSBs കമ്പയർ ചെയ്തു. അങ്ങനെ LSBs കമ്പയർ ചെയ്തിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 വരും. MSBs കമ്പയർ ചെയ്ത് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ രണ്ട് ഔട്ട്പുട്ട് അവിടെ വന്നു. നമുക്ക് വേണ്ട എന്താണ്? സിംഗിൾ ഔട്ട്പുട്ട്. അപ്പോൾ ഈ സിംഗിൾ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിന് ഒരു AND ഗേറ്റിലേക്ക് കൊടുക്കും. രണ്ട് XNOR ഗേറ്റിൻ്റെ ഔട്ടും കൂടെ ഒരു AND ഗേറ്റിലേക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് എപ്പോഴാണ് ഔട്ട് 1 വരുന്നത്? രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിലാണ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് 1 വരിക. അപ്പം രണ്ടെണ്ണത്തിൻ്റെ G1 G2 ഔട്ട്പുട്ട് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 കിട്ടും. ആ 1 ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രണ്ട് ബിറ്റ്സും ഈക്വൽ ആണെന്നുള്ളത്. സപ്പോസ് ആൻഡിൻ്റെ ഗേറ്റ് ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ രണ്ട് ഇൻപുട്ട് 0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാലും ആൻഡിൻ്റെ ഔട്ട് 0 ആയിരിക്കും. അപ്പോൾ ആൻഡിൻ്റെ ഇൻപുട്ട് ഏതെങ്കിലും ഒരെണ്ണം 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G1 G2ൻ്റെയോ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മിനിമം 0 ആയിരിക്കണം. അപ്പോഴും നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് വരിക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ 2 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പാരിസൺ നടത്താൻ പോകുന്നത്. അപ്പം 2 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പാരിസൻ്റെ സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. G1 എന്ന് പറയുന്ന XNOR ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് 2 ബിറ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ LSBs ആഡ് ചെയ്തു. ദെൻ G2 എന്ന് പറയുന്ന XNOR ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് 2 ബിറ്റ് രണ്ട് ബിറ്റുകളുടെയും MSBs ആണ് കൊടുത്തത്. ഇനി രണ്ട് XNOR ഗേറ്റ്സിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു? ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. ഒരു എക്സാമ്പിളൊക്കെ വെച്ച് നോക്കുമ്പം ഒന്നും കൂടെ ക്ലിയർ ആവും. ടു കമ്പയർ ബൈനറി നമ്പേഴ്സ് containing 2 bits each, an additional XNOR gate is necessary. The two LSBs of two numbers are compared by gate G1 and two MSB bits are compared by gate G2. If the two numbers are equal, their corresponding bits are same and the output of each XNOR gate is 1. If the corresponding bits are not equal, a 0 occurs on that XNOR gate output. To produce a single output indicating an equality or inequality of two numbers, an AND gate can be combined with the XNOR gate. The output of each XNOR gate is connected to AND gate input. When the two input bits for each XNOR are equal, the corresponding bits of numbers are equal, producing a 1 on both inputs to the AND gate and thus a 1 on the output. When the two numbers are not equal, one or both sets of the corresponding bits are unequal and a 0 appears on at least one input to the AND gate to produce a 0 on its output. Thus, the output of the AND gates indicates equality. Equality is 1 or inequality 0 of the two numbers. ഇതാണ് 2-bit കമ്പാരിസണിൻ്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് കേസ് ഈക്വൽ ആവുന്ന കേസിൽ 10 ആൻഡ് 10 എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം സെയിം ആണ്. പക്ഷെ നമുക്ക് അതിനെ എങ്ങനെ XNOR ഗേറ്റും ആൻഡ് ഗേറ്റും യൂസ് ചെയ്ത് കമ്പാരിസൺ നടത്താൻ നോക്കാം. നമ്മൾ പറഞ്ഞു G1 എന്ന് പറയുന്ന ഫസ്റ്റ് ഗേറ്റിലേക്ക് നമുക്കിവിടെ ഗേറ്റ് നമ്പർ കൊടുക്കാം G1, ഇവിടെ G2.
ഗേറ്റ് 1ലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? LSB ബിറ്റാണ്. അപ്പം ഈ ഒരു നമ്പറിൻ്റെ LSB 0 ആണ്. ദെൻ ഇതിൻ്റെ LSB എന്താണ്? എഗെയിൻ 0 ആണ്. ദെൻ ഈ നമ്പറിൻ്റെ MSB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 ആണ്. ഇതിൻ്റെ MSB എന്താണ്? 1 ആണ്. സോ LSBs നമ്മൾ എവിടേക്ക് കൊടുക്കും? G1ലേക്ക് കൊടുക്കും. MSB ഇതിലേക്ക് കൊടുക്കും? G2ലേക്ക് കൊടുക്കും. കമ്പയർ ചെയ്യും XNOR ഗേറ്റ്. അപ്പം രണ്ടും സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 ആയി. G2ൻ്റെ ഇൻപുട്ടും രണ്ടും സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയി. ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് രണ്ടും 1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായി? 1 ആയി. അപ്പോൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈക്വൽ ആണെന്ന്. നമ്മുടെ 2 ഇൻപുട്ട് ബൈനറി നമ്പേഴ്സ് ആർ ഈക്വൽ. ദെൻ നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. 1 1 ആൻഡ് 1 0. 1 1 ആൻഡ് 1 0. 1 1 ആൻഡ് 1 0. ഇതിൽ ഈ ഒരു 2 ബിറ്റ് നമ്പറിലെ LSB എന്ന് പറയുന്നത് ഈ 1 ആണ്. ഇതിലെ LSB എന്താണ്? 0 ആണ്. ദെൻ ഈ നമ്പറിലെ MSB എന്ന് പറയുന്നത് ഈ 1 ആണ്. ദെൻ ഈ നമ്പറിലെ MSB എന്ന് പറയുന്നത് ഈ 1 ആണ്. നമ്മൾ എന്ത് ചെയ്യും? G1 എന്ന് പറയുന്ന ഗേറ്റ്, G2 എന്ന് പറയുന്ന ഗേറ്റ്. G1 എന്ന് പറയുന്ന ഗേറ്റിലേക്ക് LSBs കൊടുക്കും. അപ്പോൾ ഏതൊക്കെ വരും? 1ഉം 0യും. ദെൻ G2ലേക്ക് MSBs കൊടുക്കും. 1ഉം 1ഉം. അപ്പം G1ൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. G2ൻ്റെ ഇൻപുട്ട് സെയിം ആണ്. സോ ഔട്ട്പുട്ട് 1. ഇനി 0യും 1ഉം ആൻഡിൻ്റെ ഇൻപുട്ടായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക? 0. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോട്ട് ഈക്വൽ. സോ നോട്ട് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ? 2 XNOR ഗേറ്റും ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് നമുക്ക് 2 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ സർക്യൂട്ട് വരയ്ക്കാം ആൻഡ് എക്സ്പ്ലെയിനും ചെയ്യാം. ഇതാണ് 2 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017ലും 2019ലും ഡിജിറ്റലിൽ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് ഫിഗർ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താ നമുക്കറിയാം. ഒരു ബേസിക് ആയിട്ടുള്ള മെമ്മറി എലമെൻ്റ് ആണ്. 1 ബിറ്റ് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ സിങ്ക്രണസ് ബൈസ്റ്റേബിൾ ഡിവൈസസ്, ഓൾസോ നോൺ ആസ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, യൂസ്ഡ് ഫോർ storing 1 bit data. Synchronous എന്താണ്? Synchronous means the output changes states only at a specified point. Synchronous എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പോയിന്റിൽ മാത്രമാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാം. ആ സ്പെസിഫിക് പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലീഡിങ് ഓർ ട്രെയിലിംഗ് എഡ്ജ് ഓൺ ദ ട്രിഗറിങ് ഇൻപുട്ട് കോൾ ദി ക്ലോക്ക്. അപ്പം ഒരു സ്പെസിഫിക് പോയിന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കൺട്രോൾ സിഗ്നലിൻ്റെ ഓരോ സ്പെസിഫിക് പോയിൻറ്റ്സിലാണ് നമ്മൾ ട്രിഗറിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് ഒക്കർ ഇൻ സിങ്ക്രണൈസേഷൻ വിത്ത് ദ ക്ലോക്ക്. അപ്പം D input of the D flip-flop is a synchronous input because data on the input are transferred to the flip-flop's output only on the triggering edge of the clock pulse. അപ്പോൾ നമുക്കൊരു ക്ലോക്ക് പൾസ് എന്താണെന്ന് നോക്കാം. അപ്പം ഒരു ക്ലോക്ക് പൾസ് ആദ്യം നോക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു ക്ലോക്ക് പൾസ് വരച്ചു. ഇതൊരു ക്ലോക്ക് പൾസാണ്. ഇങ്ങനെ ട്രെയിൻ ഓഫ് പൾസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ 0 ആയിരുന്നു, ദെൻ അത് 1 ആവാൻ വേണ്ടി മൂവ് ചെയ്തു. അപ്പം ഇതിന് നമുക്ക് പോസിറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജ് എന്നാണ് ഇവിടെ വിളിക്കാം. പോസിറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജ്. ട്രെയിലിംഗ് അല്ല, ലീഡിങ് എഡ്ജ്. പോസിറ്റീവ് ഓർ ലീഡിങ് എഡ്ജ് അല്ലേ? ലീഡ് ചെയ്യുന്ന എഡ്ജ് അല്ലേ? പോസിറ്റീവ് ഓർ ലീഡിങ് എഡ്ജ്. ദെൻ ഇവിടെ എന്ത് ചെയ്തു? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. ദെൻ പിന്നെ വരുന്നത് എന്താണ്? അത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്നുവെച്ചാൽ നെഗറ്റീവിലേക്ക് പോവാണ്. അതിന് നെഗറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജ് എന്നാണ് പറയുക. നെഗറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജ്. എഗെയിൻ നമ്മുടെ ക്ലോക്ക് പൾസ് എന്ത് ചെയ്തു? ഒരു ലെവലിൽ അവിടെ നിന്നു അല്ലേ? അപ്പോൾ ട്രിഗറിങ് നമുക്ക് നടത്താൻ 3 തരത്തിൽ നടത്താം. ഒന്ന്, പോസിറ്റീവ് ഓർ ലീഡിങ് എഡ്ജിൽ ട്രിഗറിങ് നടത്താം. ഒന്ന്,
പറഞ്ഞത് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഓർ ലീഡിങ് എഡ്ജിൽ ട്രിഗറിങ് നടത്താം. 2 ലെവൽ ട്രിഗറിങ് നടത്താം. ഇത് ലെവൽ ട്രിഗറിങ് എന്ന് പറയുമ്പം ഈ പച്ച ആരോ മാർക്ക് വെച്ച് കാണിച്ചിട്ടുള്ളതാണ് ലെവൽ ട്രിഗറിങ്. ആ ലെവലിൽ എത്തുമ്പോഴാണ് ട്രിഗറിങ് നടക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജിൽ ട്രിഗറിങ് നടത്താം. അപ്പോൾ 3 പൊസിഷനിൽ നമുക്ക് ട്രിഗറിങ്. ഇപ്പോൾ ക്ലോക്ക് പൾസസിൻ്റെ ഇപ്പോൾ സപ്പോസ് നമ്മൾ പോസിറ്റീവ് ഓർ ലീഡിങ് എഡ്ജിലാണ് ട്രിഗറിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് പോർഷൻ വരുന്ന സമയത്ത് മാത്രമേ ട്രിഗറിങ് നടക്കുകയുള്ളൂ. ഇനി അതെല്ലാം നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് നെഗറ്റീവ് ഓർ ട്രെയിലിംഗ് എഡ്ജിലാണ് ട്രിഗറിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് പൾസിൻ്റെ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് മാത്രമേ ട്രിഗറിങ് നടക്കുകയുള്ളൂ. അതെല്ലാം ലെവൽ ട്രിഗറിങ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ ലെവലിലാണ് എഡ്ജസ് നടക്കുക, ട്രിഗറിങ് നടക്കുക. അങ്ങനെ 3 തരത്തിൽ ട്രിഗറിങ് ആണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ സിങ്ക്രണസ് മീൻസ് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് സ്റ്റേറ്റ്സ് ഓൺലി അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് ഓൺ ദ triggering input called the clock, which is designated as a control input. That is, changes in the output occur in synchronization with the clock. അപ്പം ഇതാണ് ട്രിഗറിങ്ങിനെ കുറിച്ച് പറയുന്നത്. ദെൻ വെൻ ഡി ഈസ് ഹൈ, ഡി ഹൈ ആവുന്ന സമയത്ത് നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഹൈ എന്ന് കിട്ടും ഓൺ ദ ട്രിഗറിങ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് പൾസ് ആൻഡ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് സെറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആണെന്ന് പറയും. വെൻ ദ ഡി ഈസ് ലോ, ക്യൂ ഔട്ട്പുട്ട് ഗോസ് ലോ ഓൺ ദ ട്രിഗറിങ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് പൾസ് ആൻഡ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റീസെറ്റ്. നമുക്കതിൻ്റെ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു 1 ആവുന്ന കേസ് നോക്കാം. ഡി ഈക്വൽ ടു 1 ആവുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ്സ് ഓൺ പോസിറ്റീവ് ക്ലോക്ക് എഡ്ജ്. ഇവിടെ പോസിറ്റീവ്, ഈ ഒരു സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? പോസിറ്റീവ് ട്രിഗറിങ്. ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരും, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. അപ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവിലാണ് ട്രിഗറിങ് നടത്തുന്നത്. ഇൻപുട്ടിലേക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 0ൽ നിന്ന് 1ലേക്ക് അവിടെ ട്രാൻസിഷൻ നടന്നു. ഡി ഈക്വൽ ടു 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ്സ് ഓൺ പോസിറ്റീവ് ക്ലോക്ക് എഡ്ജ്. ഇഫ് അത് ഓൾറെഡി സെറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സെറ്റ് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഔട്ട്പുട്ട് 1 ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സെറ്റ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഡി ഈക്വൽ ടു 0. ഡി ഈക്വൽ ടു 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? 0 സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം നമ്മൾ അതിനെ റീസെറ്റ് എന്നാണ് പറയാം. ഡി ഈക്വൽ ടു 0 ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ്സ് ഓൺ പോസിറ്റീവ് ക്ലോക്ക് എഡ്ജ്. ഇഫ് ഓൾറെഡി റീസെറ്റ് ഇറ്റ് റിമെയിൻസ് ഇൻ റീസെറ്റ് കണ്ടീഷൻ. സെറ്റും അതേപോലെ തന്നെ റീസെറ്റും. ദെൻ നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് അതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അപ്പം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കണോ അത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡിലേ കഴിഞ്ഞ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇൻപുട്ട് 0 കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? 0 അല്ലേ? നമ്മളതിനെന്ത് പറഞ്ഞു? റീസെറ്റ്. ദെൻ ഇൻപുട്ട് 1 ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1. ആ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? സെറ്റ് എന്ന് പറഞ്ഞു. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് കണ്ടീഷൻ. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ക്ലോക്കിൻ്റെ പോസിറ്റീവ് ട്രിഗറിങ്ങിലാണ് നടക്കുന്നത്. ദെൻ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് എത്ര ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും? 2 ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ടും അതിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടും. ഇപ്പോൾ Q0 ആകുമ്പം Q ബാർ എന്തായിരിക്കും? 1. Q1 ആകുമ്പോൾ Q ബാർ എന്തായിരിക്കും? 0. അപ്പം ഇത്രയും ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.